എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ യാത്ര ആതിരപ്പള്ളി, വാഴച്ചാല്, മലക്കപ്പാറ കാട്ടുപ്രദേശത്തേക്ക് പൊക്കോണ്ടിരിക്കുക കേട്ടാ. ഇവിടെ ആനയുടെ ചിഹ്നം വിളി എന്നതൊക്കെ ബോർഡൊക്കെ ഉണ്ട്. KSRTC ആന 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 ആനയല്ല, ആനയുടെ ബോർഡ്. നമ്മള് ചെക്ക് പോസ്റ്റ് ആയിട്ടില്ല, ചെക്ക് പോസ്റ്റ് ആവുന്നു പറഞ്ഞു. പാം തോട്ടം, പന കണ്ടോ? ഇപ്പോൾ നമ്മൾ ആതിരപ്പള്ളി ചെക്ക് പോസ്റ്റ് ആയിട്ടുണ്ട്. വേണ്ട പോട്ടെ, വാട്ടർഫോൾസ് കാണണമെങ്കിൽ മാത്രമേ. വാട്ടർഫോൾസ് കാണണമെങ്കിൽ നമ്മൾ അവിടെ പോയി ടിക്കറ്റ് എടുക്കണം. സൈഡ് നോക്കിയത് നമുക്ക് ഈ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാം. അതുകൊണ്ട് ഇവിടെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ജസ്റ്റ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കണ്ടിട്ട് പോയേക്കാം. ഇവിടെ എല്ലാം നോ പാർക്കിംഗ് ഏരിയയാണ്. കണ്ടോ, സൂപ്പർ വ്യൂ അല്ലേ, അടിപൊളി. ഇങ്ങനെ കാണാനൊരു ഭംഗിയാണ്. ഇനിയിപ്പോൾ നേരെ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് മലക്കപ്പാറയ്ക്ക് വിട്ടേക്കാം. കടകമ്പോളങ്ങളൊക്കെ ഓപ്പൺ ആക്കിയിട്ടില്ല. സൺഡേ ആണ്ട് വണ്ടികൾ ഇങ്ങോട്ട് മാറ്റി ഈ ഭാഗത്ത് പാർക്ക് ചെയ്യാൻ കുഴപ്പമില്ല. നമ്മളാ വെള്ളച്ചാട്ടമുള്ള ഭാഗത്തൊന്നും വണ്ടി നിർത്താൻ സമ്മതിക്കത്തില്ല. അവിടെ നിന്ന് മുമ്പോട്ട് വന്ന് ഈ ഭാഗത്തെല്ലാം വണ്ടി പാർക്ക് ചെയ്യാം. നമ്മൾ കാടിൻ്റെ ഭംഗിയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. കാടിൻ്റെ നിഗൂഢതയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ സ്കൂട്ടറുകാരൊക്കെ ഉണ്ട്. ഇതാണ് ചാർപ്പ പാലം. വാഴച്ചാല് ചെക്ക് പോസ്റ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, വേണം വെള്ളച്ചാട്ടം കാണാം. അവിടെ പോയി ടിക്കറ്റ് എടുത്തിട്ട് വെള്ളച്ചാട്ടം കാണാം. നമ്മൾ പക്ഷെ വെള്ളച്ചാട്ടം ഒന്നും കാണുന്നില്ല. എവിടെ പോവാനാ? മലക്കപ്പാറ. എത്ര പേരുണ്ട് മൊത്തം ടോട്ടൽ? 4 പേര്. പ്ലാസ്റ്റിക് ബോട്ടിൽ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ? ബോട്ടില് വെള്ളമുണ്ട്. എത്ര ഉണ്ട്? 2 രൂപ ഒരെണ്ണുള്ളൂ? രണ്ടെണ്ണം. പുറത്തേക്കൊന്നും കളയരുത് കേട്ടോ. ഇല്ല പ്ലാസ്റ്റിക് ബോട്ടിൽ ഇല്ല, അത് തിരിച്ചു അതുപോലെ തന്നെ കൊണ്ടുവരും. പേരെന്താ? പേര് സഹൽ.
റിട്ടേൺ വരും പോയിട്ട് റിട്ടേൺ വരും. 6 മണിക്കുള്ളിൽ അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. ഓക്കെ ഓക്കെ. വഴിയിലൊന്നും നിർത്താൻ പാടില്ല, ആ ശ്രദ്ധിച്ചു പോണേ. ഓക്കെ. മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കാണിക്കണം. ആ താങ്ക് യു. താങ്ക് യു. ചെക്ക് പോസ്റ്റിലെ ക്ലിയറൻസ് കഴിഞ്ഞു നമ്മളെ. ഡീറ്റെയിൽസ് കിട്ടി. കുറെ റൈഡർമാർ ഉൾപ്പെട്ടെ. അങ്ങനെ നമ്മൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ചെക്ക് പോസ്റ്റുകളൊന്നും ഇല്ല, അടുത്ത മലക്കപ്പാറ മാത്രമേ ഉള്ളൂ ഇനി അടുത്ത ചെക്ക് പോസ്റ്റ്. ഇനി നമുക്കിനി മൃഗങ്ങളെ കണ്ട് പോവാം. ഇവിടെയൊക്കെ അതേ ഹോട്ടലുകളുണ്ട് ഇടയ്ക്കൊക്കെ, നമുക്ക് വേണമെങ്കിൽ ഫുഡ് കഴിക്കാം. KSRTC വന്ന് പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് മലക്കപ്പാറയ്ക്ക് പോകുന്ന KSRTC കിടക്കുന്നത്. വിനോദയാത്ര. കാട് കാണാൻ ഇറങ്ങിയ നമ്മുടെ ഫ്രണ്ട്സ് ആണിത്. ഹായ്, കൈ പോയി കാണിക്കൂ. ആ അടിപൊളി. ആനയുണ്ട് ആനയുണ്ട് ആനയുണ്ട്. ഹായ്, അടിപൊളി പാലം അല്ലേ? ഇതുവരെ സൈറ്റ് സീൻ ഒന്നും കിട്ടില്ല, മൃഗങ്ങളുടെ സൈറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ പൊക്കോണ്ടേയിരിക്കുന്നു. ഇപ്പോ മാനോ മയിലോ ഒട്ടകമോ ഒന്നും ഇതിലേ ഒട്ടകമല്ല, ആനയോ എന്തെങ്കിലും ഇപ്പം ചാടും, കണ്ടോണ്ടിരിക്കാം. നമുക്ക് ഇപ്പം ചാടും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ പൊക്കോണ്ടേയിരിക്കുന്നു. റോഡിന്റെ എന്തോ പണിയാണ്, കോൺട്രാക്ടർ ആണ് നിൽക്കുന്നത്. റോഡ് പണി എന്തോ സംഭവമാണ്. റോഡ് പണിയല്ല, പെയിന്റിങ്. സൈഡിലൊക്കെ ആന നിൽക്കും, ശ്രദ്ധിച്ചോണേ. അത് ആദിവാസികളൊക്കെ കേട്ടോ. ഇത്രയും നല്ല അടിപൊളി കാട്, കേരളത്തിലെ ഏറ്റവും നല്ലൊരു കാടായിരുന്നു. പോലീസ് സ്റ്റേഷൻ അല്ല, ഫോറസ്റ്റ് KSEBയുടെ ജലവൈദ്യുത പദ്ധതിയാണ് പെരിങ്ങൽകുത്ത്. ഇത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസ്, വാഴച്ചാൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസ് അവിടെ കാണാം. എലിയ അവര് ഫോറസ്റ്റുകാരൻ. സമയൊക്കെ ചൂടല്ലേ. ഉൾക്കാടിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു നമ്മൾ. ഉൾക്കാട്ടിൽ എന്തെങ്കിലും ആനിമൽ സ്പോട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്.
നൈസ് അല്ലേ, ഭയങ്കര രസം, അടിപൊളി സാധനം. ചെടി മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് നമ്മൾ വന്നിരിക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞാൽ അങ്ങോട്ട് വാൾപ്പാറയാണ്. ഇവിടെ വാഷ്റൂമേ നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. നമ്മൾ വാൾപ്പാറയ്ക്ക് പോയിട്ട് തിരിച്ച് ഇതിൽ തന്നെ വരുവാണെങ്കിൽ 6 മണിക്ക് മുമ്പ് വരണം. 6 മണിക്ക് ഈ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യും. നമ്മൾ വാഴച്ചാലിൽ നിന്ന് എടുത്ത പാസ് ഇവിടെ കാണിക്കണം. ഇവിടെ കാണിച്ചിട്ട് ഇതിലെ കയറി വാൾപ്പാറയ്ക്ക് പോകും. തിരിച്ച് 6 മണിക്ക് മുമ്പ് തിരിച്ച് ഈ ചെക്ക് പോസ്റ്റ് കടക്കണം. തിരിച്ച് വരുമ്പോഴത്തേക്ക് അവിടെ ആ ബിൽഡിങ്ങിനകത്ത് വെഹിക്കിൾ രജിസ്ട്രേഷൻ പോകുന്നുണ്ട്. അവിടെ രജിസ്റ്റർ ചെയ്യണം, എന്നിട്ട് തിരിച്ചു പോകാം. ഇപ്പോൾ എവിടെയാണ് നമ്മൾ തിരിച്ചു പോകുമ്പോൾ വെഹിക്കിൾ രജിസ്റ്റർ ചെയ്യേണ്ടത്? ഇത് വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ നിന്ന് നമുക്ക് വരുന്ന പാസ്സാണ്. ഈ പാസ് അവിടെ കാണിക്കണം. എങ്കിൽ നമുക്ക് വാൾപ്പാറ പോയിട്ട് തിരിച്ചു വരാം, അല്ല ആ വഴി പോവാം. അപ്പം നമുക്ക് ഇങ്ങോട്ട് വന്ന വഴിയിൽ മൃഗങ്ങളൊന്നും സ്പോട്ട് ചെയ്യാൻ പറ്റും. ആനയെ പോലും കണ്ടില്ല, ഒന്നിനെയും കണ്ടില്ല. നമ്മൾ വാൾപ്പാറ റൂട്ട് നമ്മളിപ്പോൾ കയറിയിരിക്കുക. വാൾപ്പാറ ചെക്ക് പോസ്റ്റ് വരെ ചെന്നിട്ട് നമ്മൾ തിരിച്ചു പോരും. അങ്ങനെ നമ്മളിപ്പോൾ വാൾപ്പാറ ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ നമ്മുടെ യാത്ര അവസാനിപ്പിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.